അപ്പൊ രാവിലെ തന്നെ പഴംപൊരി കാണിച്ച് കൊതിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അപ്പൊ ഞങ്ങള് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോ അടുപ്പിന് നല്ല തീയിലിട്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നിൽക്കുന്നത് നല്ല ചൂടാണ് പൊന്നാ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, പഴം നല്ലോണം പഴുത്തിരിക്കുന്ന പഴം കുറച്ചുണ്ടായിരുന്നു. അപ്പൊ നല്ല പഴുത്ത പഴമാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാൻ കുറച്ചുകൂടി അടിപൊളിയാണല്ലോ. അപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയാൻ സമ്മതിക്കുന്നത് നമ്മുടെ ആവണിക്കുട്ടി ഇതപ്പോ എന്നെ അനുകരിക്കുവാണ്. അവൾ അപ്പാപ്പം ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. എന്നാ പറയ്. അപ്പൊ ഇന്നലെ വൈകിട്ട് തന്നെ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പൊ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ രാവിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ നോക്കിയപ്പോൾ അത്ര അങ്ങ് പൊന്തിയിട്ടില്ല. കാരണം നല്ല തണുപ്പാണ്. നമുക്കിപ്പോൾ മാവ് അരച്ച് വെച്ചാൽ തന്നെ നമുക്ക് പൊന്താൻ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ അടുപ്പൊക്കെ കത്തിച്ച സമയത്ത് കുറച്ച് നേരം അടുപ്പിൻ്റെ ചോട്ടി കൊണ്ടുവച്ചിട്ട് അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുള്ള അടുപ്പൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് പൊന്തി. കുറേ ആയി നമ്മളിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് എന്തായാലും പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ചൂടാമത്തേ അവനിക്കുട്ടിക്ക് അപ്പാപ്പം എന്നാണ് പറയണത്. പക്ഷെ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനൊന്നുമല്ല, പൊടിച്ച് അവിടെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടായിരിക്കണം എണ്ണ. നല്ലോണം തീ ഉണ്ടായിരുന്നു. തീ കുറച്ചാണ്. കാരണം പുറത്തെ അടുപ്പാകുമ്പോൾ നമുക്ക് കത്തി പിടിക്കാൻ നല്ല പാടാണ്. രാവിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് തീ ഒന്ന് കത്തി പിടിച്ചത്. കാരണം നല്ല മഴ. ഇന്നലേക്കായാലും ഞാൻ വിറകൊക്കെ നന്നായിട്ട് വാര വെച്ചു. പക്ഷെ നല്ല മഴയാണ്. നമ്മളാണെങ്കിൽ ഇവിടെ അടുക്കള പുറത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അടുക്കളയുടെ ആ ഒരു സെറ്റപ്പിലൊന്നും ചെയ്തിട്ടില്ല. ഒരു 3 കല്ലൊക്കെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ വിറകൊക്കെ കൊണ്ട് വെച്ചിട്ട് നനയാതിരുന്നത്. കാരണം വീട് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിൽ അങ്ങനെ കത്തിക്കാറുണ്ട്. കാരണം നന്നായിട്ട് പുക അടിച്ച് കയറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഉള്ളിൽ നമുക്ക് അടുപ്പുണ്ട്, പക്ഷെ നമ്മളങ്ങനെ കത്തിക്കാറില്ല. വാ. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ അടുക്കള സെറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ അതിന് വേണ്ടിയുള്ള സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സമയം കിട്ടിയില്ല. നല്ല മഴയും ആയിരുന്നു. പിന്നെ ചെറിയൊരു തോച്ചിടുമ്പോൾ നമുക്ക് വേറെ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇറങ്ങും നമ്മൾ. അപ്പോൾ ഇനി എന്തായാലും അധികം വൈകാതെ നമുക്ക് അടുക്കള സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവിടെയാണല്ലോ അടുപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് നന്നായിട്ട് വലിച്ച് കെട്ടിയിരിക്കട്ടെ. നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചീറ്റാലടിക്കും. ഇളക്കണ്ട. പുക അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ തീയൊന്ന് കുറച്ചതുകൊണ്ട് തരാം. ഇവിടെ ഇരുന്നു അമ്മയുടെ പൊന്നു പിടിക്കുന്നു. ഇവിടെ ഗ്രീൻ നെറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലാട്ടോ ആളിരിക്കുന്നത്. വേണ്ട ഇളക്കണ്ട. എണ്ണ ചൂടായിരിക്കുക. എണ്ണന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാ പരിപാടികൾ രാവിലെ? മഴയൊക്കെ എന്താ അവസ്ഥ? കുറഞ്ഞോ? ഇവിടെ എന്തായാലും വലിയ ശക്തിക്കുള്ള ഒരു മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട്. അത് മഴയാണ്. മൊത്തത്തിലൊരു കോടയും തണുപ്പൊക്കെ ആയിട്ട്. അപ്പൊ നല്ല തണുപ്പത്ത് കട്ടൻ ചായയും അതേപോലെ തന്നെ കൂടെ പഴംപൊരിയൊക്കെ. ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഞങ്ങൾ കിട്ടും. അപ്പൊ എന്തായാലും പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നല്ല തീ കിട്ടുന്നത്. തീ കെട്ടി കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാനുള്ള പാടം. അപ്പോൾ ഞാൻ കൂടുതലും തീ കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെക്കാനുള്ളത് ഫുൾ ആ ഒരു തീ പോകുമ്പോഴത്തേനും വെക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഡോഗ്സിനൊക്കെ കൂടെ ഫുഡ് കൂടി ഒന്ന് വെക്കാണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ആളിതാ പഴം ഞാൻ മുറിച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇതേപോലെ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മാവ് വേറെ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പഴമൊക്കെ എടുത്തിട്ട് മാവിലേക്ക് ഇട്ട് മിക്സ് ആക്കണ്ട. ഇനി ഉണ്ടാക്കാൻ പോകുമായിരിക്കും അല്ലേ? വേണ്ട അമ്മ ഉണ്ടായിക്കോളാം. ഇവിടെ ഫുള്ള് ഞങ്ങൾ പിരിക്കണം. അവിടെ ഫുള്ള് ഗ്രീൻ നെറ്റ് വെച്ചിരിക്കണം. അപ്പോൾ എന്നാലും ഇവിടെ നമുക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ അടുക്കള നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ കട്ടയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മരങ്ങളായാലും എല്ലാം നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനുള്ള പണിക്കാരെ ഒന്ന് കിട്ടി. അതിനൊരു സാവകാശം കൂടി കിട്ടിയാൽ നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ അടുക്കളയൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ കോട മൂടിയിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ പുറത്തും കൂടിയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കും. വേറെ നമ്മളൊന്നും കാണുന്ന കൂട്ടുകാരാണല്ലോ. ബായോ ബായ് പറയുവാണോ? പോവാണോ? ടാറ്റ പറഞ്ഞ അങ്ങനെ ഇന്ന് നമുക്കിതാ ഇത്രയും മാവ് കൂടിയാട്ടോ ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരു അരിഞ്ഞു വെച്ച പഴത്തിലേക്ക്. അപ്പോൾ അതാ ഒരു പഴത്തിന് അവണിക്കൂട്ടി 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. എണ്ണ കുറച്ചിങ്ങനെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ആദ്യം ഇടുന്ന പോലെ ഒരുപാട് ഒരുമിച്ചിടുന്നില്ല കേട്ടോ. അപ്പോൾ 3 എണ്ണം ഉപ്പ് ഇട്ടിട്ടുള്ളത്. തീ നന്നായിട്ട് കത്തുന്ന വെള്ളത്തിൽ പെട്ടെന്ന് ആവുന്നതനുസരിച്ച് നമുക്ക് അടുത്ത് നിന്ന് ഇട്ടിട്ട് കോരിയെടുക്കാം. നേരത്തെ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ എനിക്കൊരു 4 എണ്ണ ഇപ്പോൾ ഇതിലേക്ക് 4-5 എണ്ണൊക്കെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. കേട്ടോ 3 എണ്ണമാണ്.
തീ കത്തുന്നതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് സംഭവം ആവും കേട്ടോ. കത്തി പിടിക്കാനാണ് ഒരു വലിയൊരു പാട്. അതുകൊണ്ടിതാ ഞാനിങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇതേപോലെ വിറകുകൾ വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ അടുപ്പ് നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ഒരു തീ പുറത്തേക്ക് ആളുന്ന കൂട്ടത്തിൽ ആ വിറക് നന്നായിട്ട് തന്നെ ചൂടായിക്കോളും. വേറൊരു കോരി തവി ഉണ്ട് ഞാൻ, പിന്നെ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വലിയ കോരി തവി എടുത്തില്ല കേട്ടോ, തന്നെ നമുക്ക് ധാരാളം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ചൂടാറുന്നതിനനുസരിച്ച് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആള്. ഇഷ്ടമായി പൊന്നു? ഇഷ്ടമായി അല്ലേ? ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പുറത്താണെങ്കിൽ നല്ല തണുപ്പും കൂടെ ഈ ഒരു വിറകടുപ്പിലിരുന്ന് കുക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഇഷ്ടമാട്ടോ എനിക്ക്. കാരണം വേറെ നല്ല ചൂട് കിട്ടുമല്ലോ നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരിക്കുമ്പോഴത്തേനെ. നമുക്ക് തീ കായാനൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ട് വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പണി നടക്കും കൂടെ നമ്മുടെ ശരീരം നന്നായിട്ടൊന്നും ചൂടാൻ. മറ്റേത് നല്ല തണുപ്പായിട്ട് ഒരു രക്ഷയില്ലാതെ തണുപ്പായിട്ടുണ്ട്. സൂപ്പറാണോ? അവർക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പറയുന്നത്. സന്തോഷമായി കേട്ടോ, കഴിച്ചോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു മിക്സിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ കുറച്ച് കടലപ്പൊടിയും അതേപോലെ കടലമാവുണ്ടല്ലോ, കടലപ്പൊടിയും അതേപോലെ തന്നെ കുറച്ചധികം മൈദയാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ജീരകവും അതേപോലെ തന്നെ ഏലക്കയൊക്കെ കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇടാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ കളറിന് വേണ്ടിയിട്ട് വേറെ കളർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെയും വിശ്വസിച്ച് കൊടുക്കാമല്ലോ. മറ്റേത് കളറൊക്കെ ആഡ് ചെയ്യുന്നതിനും ഏറ്റവും നല്ല തന്നെയാണല്ലോ. അപ്പോൾ നല്ല കളറും കൂടി കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ തന്നെയാണ്. പിന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഓ, ഇനി എന്തൊക്കെയാ നമുക്ക് പണിയുള്ളത്? അപ്പാപ്പ ഉണ്ടാക്കാം. അപ്പാപ്പ നമ്മൾ ഉണ്ടാക്കുക. അപ്പാപ്പ ഇഷ്ടമായോ? സൂപ്പറാണോ? അവൾക്ക് പഴം അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല. ഇടയ്ക്ക് എന്തെങ്കിലും കായി കൊടുത്താൽ മൂടുണ്ടെങ്കിൽ കഴിക്കും. പഴത്തിനോട് ആൾക്ക് വലിയൊരു ഇതില്ല, എന്നാലും ഇന്നിപ്പോൾ എന്തായാലും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായാലും പഴം കൊടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഡോഗ്സിൻ്റെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കണം. നന്നായിട്ട് തീ നല്ല കനലായിട്ടുണ്ടല്ലോ. അപ്പോൾ റേഷനറി ആട്ടോ നമ്മൾ പട്ടികൾക്കൊക്കെ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു തിളയ്ക്ക് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ ഞാൻ മുട്ടയും കൂടി അതിൽ തന്നെ കഴുകിയിടുവാണ് ഇപ്പോൾ ചെയ്യാറ്. അവർക്ക് എക്സ്ട്രാ പിന്നെ അല്ലാതെ ഈ പുഴുകാൻ നിൽക്കണം. അപ്പോൾ കഴുകിയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അരിയൊക്കെ കഴുകിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ മുട്ടയും വെന്തോളും പൊട്ടിയൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ എന്നാലും അത് ഇടുന്ന് ഇപ്പോൾ മുട്ടയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കുക കേട്ടോ. എന്തോ അപ്പാപ്പോ ചൂടുണ്ടോ വന്നാ അടീന്ന് എടുത്തു തരാമ. ഇഷ്ടമായില്ലേ? സൂപ്പറാണല്ലേ? നല്ല ചൂടായി. ഞാനേ മേളിന്ന് ഇപ്പൊ കോരി ഇതൊക്കെ ഇപ്പൊ മേളിലിട്ടിരിക്കുമല്ലേ. അപ്പൊ അടിയിലേക്ക് ചൂട് ഒന്ന് ചൂട് പോട്ടെ കേട്ടോ. അപ്പൊ തരാം. നമ്മുടെ ഇവിടെ പിന്നെ നല്ല തണുപ്പായതുകൊണ്ടേ പെട്ടെന്ന് തന്നെ തണുത്തോളുമല്ലോ. കാലാവസ്ഥ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട്. എന്ത് ബോബോ പട്ടി വരയ്ക്കേണ്ടിട്ട്. അപ്പോൾ ആള് സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്. ഇങ്ങനെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന ടൈമിൽ പുക വരുന്നുണ്ടല്ലേ അത്യാവശ്യം നന്നായിട്ട്. അങ്ങനെ എനിക്ക് നല്ലോണം കൂടിയ കൊന്ന് വിറകൊന്നും എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞും പോകാതെ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഗ്യാസ് ആണ്, നമുക്ക് തീയൊക്കെ കുറച്ച് വയ്ക്കും. ഇവിടെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു കനലെടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കത്തി കയറിയിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് പുക വരുന്നത്. കുഴപ്പമില്ല, നല്ല തണുപ്പ്. തീര് പുകയൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. കണ്ണിലേക്ക് കയറാൻ നോക്കിയാൽ മതി. അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? എന്തായിരുന്നു കഴിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ? ആ കാര്യം വിട്ടുപോയി അമ്മ. ഓ നന്നായിട്ട് എണ്ണയൊക്കെ തിളച്ച് നന്നായിട്ട് പൊള്ളച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകിട്ട് ആക്കിയതുകൊണ്ട് നന്നായിട്ട് പൊള്ളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതി തന്നെയാണ് നമ്മുടെ കൂട്ടുകാരും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത് നല്ല ബ്ലാക്ക് കളറൊക്കെ ആവില്ല തോലൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വായിലിടുമ്പത്തിന് ഇങ്ങനെ അലിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതി തന്നെ ഇങ്ങനെ ആ ഒരു നന്നായിട്ട് ഇങ്ങനെ അതിലേക്ക് ആ ഒരു മാവും പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വായിലിടുമ്പോഴത്തേനും ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു പഴംപൊരി കഴിക്കാവുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇതാ നമ്മൾ കുറച്ചുകൂടി ഉള്ളിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാലെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അതുകൂടി ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. നോക്കി സൂപ്പറാണ്. നാളെ ഇവിടുന്ന് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഗൈസിന് കൊടുക്കുവാണോ? പുക കാരണം പകുതി കാണുന്നുണ്ടാവില്ല പൊന്നു.
ഇവളെ കൊണ്ട് ഞാൻ അടുപ്പിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ സേഫ് ആണോന്നൊന്നും ആരും തെറ്റിയിരിക്കണ്ട. അവളെ നോക്കിയിട്ട് തന്നെയാണോ നമ്മൾ ഇരിക്കുന്നത്. അടുപ്പിൽ കുക്ക് ചെയ്തതിനേക്കാളും ശ്രദ്ധിച്ചാണ് നമ്മളെപ്പോഴും അവളെയും കൊണ്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ. ഞാൻ കൂടെ നീച്ച, അതായത് ഞാൻ നീച്ച ആളും എൻ്റെ പുറകെ വരും. ഞാൻ എന്ത് പണിക്ക് പോയാലും പിന്നെ വീട്ടിലിവിടെ നോക്കാനൊന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് നടന്നിട്ടാട്ടോ ഓരോന്നൊക്കെ ചെയ്യാറുള്ളത്. അപ്പം അത് അവൾക്കും ശീലമായി, എനിക്കും ശീലമായി. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെയും കൊണ്ട് ഇങ്ങനെ വെച്ച് പണിയൊക്കെ ചെയ്യുന്നത്. ചെറിയ പിള്ളേരൊക്കെയുള്ള അമ്മമാർക്ക് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്തായാലും ശീലമായി. ഇപ്പം എല്ലാം ഞാൻ ഒരുമിച്ചാണ്. അപ്പ അങ്ങനെ ഉള്ളിലേക്ക് പോയാൽ തീയാണ്. പുക വരുന്നുണ്ടോ? കണ്ണി കയറിയോ? വാ 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 വാ. അന്നെ ഈ സ്റ്റൂൾ ഇട്ടിട്ട് ഇവിടെ ഇരുത്തിയതല്ലേ. ഇതാ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബൗബോവിനും അമ്മ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം കേട്ടോ. അപ്പം എന്തായാലും ഒരു 3-4 കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കാൻ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഇങ്ങനത്തെ ലാസ്റ്റ് ആ ഒരു 4 കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ നല്ല രീതിയിൽ തന്നെ കത്തിയോണ്ട് നന്നായിട്ട് കുറച്ചിട്ടായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കമായിട്ട് ഇപ്പോൾ കുറച്ച് സമയം കൂടി ആയല്ലോ. അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ നല്ല തലവേദനയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലുള്ളൊരു മൈൻഡ് ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായാലും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ചെറിയ രീതിയിൽ ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നത്. നല്ല രസമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നോക്കി നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഴയും കൂടി നന്നായിട്ട് പെയ്ത് തോർന്നുകൊണ്ട് നന്നായിട്ട് മഴത്തുള്ളിലേക്ക് കയറ്റി കിടക്കുന്നത്. ഇതിൽ പിടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും അതേപോലെ നല്ലൊരു തണുപ്പും കേട്ടോ. കുറേ വിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊന്നുണ്ട് ഹൈഡ്രാഞ്ചി. ഇതാ അവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, ഇതാ മേളിലൊക്കെ ആയിട്ട് അപ്പുറത്ത് ഇപ്പുറമായിട്ട് കുറേ പൂ ഇട്ടിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. എന്ത് രസമായിട്ടല്ല നമുക്ക് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ തന്നിട്ടുള്ളൂ. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അത് ഈ ഒരു കളർ. അപ്പം ഇത് കുറച്ചുകൂടി വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ കളർ ചേഞ്ചായി കളർ ചേഞ്ച് ആവുന്നതനുസരിച്ച് നല്ല വലുപ്പം കൂടി വയ്ക്കുവേ. അപ്പം എന്തായാലും ഇത് കൂടാതെ നമുക്കിതാ ഇവിടെ ഒരെണ്ണുണ്ട്. അപ്പോൾ ഇത് അതിനേക്കാട്ടിലും ചെറുതാട്ടോ. ഇതൊക്കെ ഇനി വിരിയാൻ കുറച്ച് ഡേയ്സ് എടുക്കും. പലതും പല സ്റ്റേജിൽ വിരിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം പല വലുപ്പത്തിലാട്ടോ നിൽക്കുന്നത്. അവസാനം നല്ല വിരിയുമ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഡാർക്കായിട്ടൊരു ബ്ലൂയിലേക്ക് മാറും. ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുവാണേ. ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും ആ ഒരു വെള്ളത്തിൻ്റെ തുള്ളികളിങ്ങനെ ഇളകുന്നുണ്ട്. അത്രയും നന്നായിട്ട് തന്നെ ആ ഒരു കൊണ്ടയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം നിൽക്കും. അങ്ങനെ വാടിപ്പൂവ് പെട്ടെന്നൊന്നും അങ്ങനെ പൂവില്ല കേട്ടോ. കൊഴിഞ്ഞ് പൂവൊന്നുമില്ല. ഒരുപാട് ദിവസം ഇങ്ങനെ ബൊക്ക പോലെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് കണ്ട ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് ഒറിജിനലാണ് ഗൈസ്. എന്നാലും പ്രൂൺ ചെയ്ത് കിട്ടിയത് നല്ല അടിപൊളിയായിട്ട് ഏറ്റിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്ലവർ ഇങ്ങനെ കൊണ്ടായിട്ട് ഇട്ടിട്ടുമുണ്ട്. മൊത്തത്തിലൊന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ അടുത്ത് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണല്ലോ നമ്മുടെ ഇവരുടെ കൂട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബഹളം ഉണ്ടാക്കിയിട്ട് പുറത്ത് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ബഹളം വയ്ക്കുവാണേ. എന്താണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ. പിന്നെ വെറുതെ വിടില്ലാട്ടോ. എന്തെങ്കിലും ഇതേപോലെ കുറച്ച് ബഹളം ഉണ്ടാക്കി പുറത്തിറക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ചെറിയൊരു ചാറ്റിലോട്ട് കാറ്റില്ല. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ അയച്ചു വിട്ടായിരുന്നു ഫോട്ടോ കൊടുത്തിട്ട്. എന്താടാ എന്തേ അവിടെ കിടന്നോട്ടോ. പിന്നെ അയച്ചു എന്താണ് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കാട്ടോ. അപ്പം ഞാൻ അവിടെ ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒച്ച കയറ്റിട്ട് നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ തന്നെ നീക്കും കേട്ടോ. അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എത്രത്തോളം അഴിച്ചു വിടുന്നത് അത്രയും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കൊഞ്ചാനൊക്കെ ഇഷ്ടമുള്ള പൊതുവെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എന്നാലും അഴിച്ചൊന്നും വിട്ടിട്ടില്ല. ചാറ്റൽ മഴയെ നന്നായിട്ട് ശക്തിക്ക് വരുന്നുണ്ട്. നമുക്ക് പതുക്കെ ഉള്ളിൽ കയറാം. ഒരു മഴ നന്നായിട്ട് പെയ്ത് തോന്നുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി പെയ്യില്ല എന്നാണ്. എന്തായാലും വീണ്ടും പെയ്യുകയാണ്. മഴ പെയ്തോടുകൂടി ചീവീടി സൗണ്ട് ഒരു രക്ഷയില്ല. നല്ല സൗണ്ട് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അപ്പം ഇത് നമ്മുടെ ചതുരപ്പയറിൻ്റെ വിത്താണ്. അപ്പം വിത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാട്ടോ അതിൻ്റെ വിത്തിരിക്കുന്നത്. നല്ല കാടാണ്. അപ്പം നല്ല മഴയൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു മഴയത്തൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കൊത്തി കളച്ചതിന് ശേഷം ഇത് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടല്ലേ വന്നോവും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ചതുരപ്പയറിൻ്റെ ഒരു വള്ളി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവില്ല. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ
ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വിത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മരത്തിൽ തന്നെ നിന്നിട്ട് ഒന്ന് നനഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിട്ട് ഞാൻ ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിന്ന് പിന്നെ മഴയും കൂടി പെയ്യുള്ളൂ. അപ്പോൾ ഇന്നലെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ഒന്നൊരു ഉണക്കി എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നലെ വിത്ത് നല്ല ഇതിന് മൂത്താണ്. പിന്നെ ഇന്നലെ ഉണക്കുന്നൊന്നും ഇപ്പോൾ നേരിട്ട് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇന്നലെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ആ മഴ ആ ചെറിയൊരു ചാറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മഴ തോർന്നതിന് ശേഷം ഞാനതൊന്ന് നട്ടു കൊടുക്കാനുണ്ട്. നല്ല രീതിയിൽ തന്നെ മൂത്ത് കളഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. നല്ല ഉരുണ്ട് തലയിരിക്കുന്നത് വിത്തൊക്കെ നല്ലോണം ഉണങ്ങിയത് കൊണ്ട് തന്നെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും മഴ ഇപ്പോൾ ചെറിയൊരു തോർച്ചയുണ്ട് കേട്ടോ. വലിയ തോർച്ചയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് കൊത്തിക്കളച്ച് ആ ഒരു വിത്ത് നടത്തിയിട്ട്, കാരണം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വീഡിയോ കൂടി എടുത്തിട്ട് നടാൻ ഒരുപാട് സമയം എടുക്കും. എന്തായാലും ഈ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഓടിപ്പോയിട്ട് നടത്തി. അപ്പോൾ എന്തായാലും എന്താ നോക്കി ചെറിയ ചാറ്റിൽ ഇട്ട് കൊടുക്കില്ല. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല മഴയോ പിന്നെ നടലും നടക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ ആവണിക്കുട്ടി ഉറക്കമാണ്. അപ്പോൾ ആളിപ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ നട്ടിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവളും കൂടി വന്നു കഴിഞ്ഞാൽ ഫുൾ ചെളി കുളിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് കിടന്നുറങ്ങേണ്ട ആ സമയം നമുക്ക് എന്തായാലും ഒരു വിത്തും നട്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ സെറ്റ് കാണുന്നവരെ ബൈ.